ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. ഇന്നലെ വൈകിട്ടോടെയാണ് വീണ്ടും തിരക്ക് വർദ്ധിച്ചത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. രാവിലത്തേത് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. പരമാവധി തീർത്ഥാടകരെ പടി കയറ്റി വിട്ടുകൊണ്ട് പരമാവധി വേഗത്തിൽ ദർശനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ, അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരം സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാളുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പോലെ അല്ലാതെ കാര്യങ്ങളെല്ലാം തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇപ്പോഴും മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമാണ് ശബരീശ ദർശനം സാധ്യമാകുക. തീർത്ഥാടകരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് എപ്പോഴാണ് ഇവിടെ എത്തിയത് 11:30. ഇപ്പം ഇവിടെ സന്നിധാനത്ത് എത്തി. നല്ല തിരക്കുണ്ട്. ഏകദേശം 8 മണിക്കൂറായി. നമ്മൾ 8-9 മണിക്കൂറായി വന്നിട്ട്. തിരക്ക് നല്ല തിരക്കാണ്. പമ്പയിൽ നല്ല ക്യൂവാ. ഞങ്ങൾ ഇന്നലെ രാത്രി 11:30 കയറിയതാണ്. ഇപ്പോഴാണ് ഇവിടെ വന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്നൊരവസ്ഥയിലേക്ക് 8 മണിക്കൂറോളം ഈ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമെല്ലാം തന്നെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് തീർത്ഥാടകരെ തടഞ്ഞിടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, വെള്ളവും ഭക്ഷണവും അടക്കം കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഏർപ്പെടുത്തിയില്ല എങ്കിൽ അത് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികളും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.